കേരള കോൺഗ്രസ് നേതാവ് ജോസഫ് എം പുതുശ്ശേരിക്കെതിരെ പി.ജെ. കുര്യൻ കഴിഞ്ഞ തവണ തിരുവല്ലയിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കൂട്ടുനിന്ന പുതുശ്ശേരിക്ക് ഇത്തവണ സീറ്റ് നൽകരുതെന്ന് പി.ജെ. കുര്യൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ കേരള കോൺഗ്രസ് ആണ് തീരുമാനമെടുക്കേണ്ടതെങ്കിലും പുതുശ്ശേരിക്ക് സീറ്റ് നൽകുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും പി.ജെ. കുര്യൻ പത്തനംതിട്ടയിൽ പറഞ്ഞു. തിരുവല്ലയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഒത്താശ ചെയ്ത ജോസഫ് പുതുശ്ശേരിക്ക് സീറ്റ് നൽകാനുള്ള നീക്കം രാഷ്ട്രീയ അധാർമികതയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും രാജ്യസഭാ ഉപാധ്യക്ഷനുമായ പി.ജെ. കുര്യൻ പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിനെ എതിർത്ത് യു.ഡി.എഫ് തോക്കാൻ കാരണക്കാരനായവരെ അങ്ങനെയുള്ളവരെ അവിടെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അത് അങ്ങനെ ചെയ്ത വലിയ തെറ്റായ ഒരു പ്രവണതയാണ്, തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. ഇപ്പോൾ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുക, എന്നിട്ട് സീറ്റ് സ്വന്തമാക്കുക, അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് സ്വന്തമാക്കുക, അത് ഒരിക്കലും സത്യത്തിൽ അംഗീകരിക്കാവുന്നതല്ല. സ്വന്തം പാർട്ടിയെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച് സീറ്റ് കൈക്കലാക്കാനുള്ള ശ്രമമാണ് പുതുശ്ശേരി നടത്തിയത്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേരള കോൺഗ്രസ് ആണ്. എന്നാൽ പുതുശ്ശേരിക്ക് അവസരം നൽകുന്നതിനെ അംഗീകരിക്കാനാവില്ല. അങ്ങനെയുള്ളതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റായ പ്രവണതയാണ്, തെറ്റായ സന്ദേശമാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തവണ തോൽപ്പിച്ചാൽ അടുത്ത പ്രാവശ്യം നമുക്ക് സീറ്റ് കിട്ടുമെന്നുള്ളതാണ്. അതുകൊണ്ട് തിരുവല്ല കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേരള കോൺഗ്രസ്. കഴിഞ്ഞ ദിവസം തിരുവല്ല സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന പ്രമേയവുമായി കോൺഗ്രസ് തിരുവല്ല മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയിരുന്നു. പി.ജെ. കുര്യന്റെ പിന്തുണയോടെയുള്ള സമ്മർദ്ദതന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഈ നീക്കം. കേരള കോൺഗ്രസ് മത്സരിക്കുന്ന തിരുവല്ല സീറ്റിനായി വിക്ടർ ടി തോമസും ജോസഫും പുതുശ്ശേരിയുമാണ് രംഗത്തുള്ളത്. ഇതിൽ പി.ജെ. കുര്യന്റെ പിന്തുണ വിക്ടർ ടി തോമസിനാണ്. തിരുവല്ല സീറ്റിനായി കേരള കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷമായ സാഹചര്യത്തിൽ പരസ്യപ്രതികരണവുമായി പി.ജെ. കുര്യൻ കൂടി രംഗത്തെത്തിയതോടെ തിരുവല്ല സീറ്റ് യു.ഡി.എഫിന് കീറാമുട്ടിയാകും. സജോ ദേവസ്യ, മീഡിയ 1, പത്തനംതിട്ട.